അന്തരിച്ച ചലച്ചിത്ര താരം ശ്രീദേവിയുടെ സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഭർത്താവും ചലച്ചിത്ര നിർമ്മാതാവുമായ ബോണി കപൂർ. ശ്രീദേവിയുടെ സ്വത്ത് നിയമവിരുദ്ധമായി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബോണി കപൂർ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. തന്റെ ഭാര്യയും അന്തരിച്ച നടിയുമായ ശ്രീദേവി വാങ്ങിയ സ്ഥാവര വസ്തുവിന്മേൽ 3 വ്യക്തികൾ നിയമവിരുദ്ധമായി അവകാശവാദം ഉന്നയിക്കുന്നുവെന്നാരോപിച്ച് ബോണി കപൂർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ തർക്കഭൂമി 1988 ചെന്നൈയിലെ ഈസ്റ്റ് കോസ്റ്റ് റോഡിലാണ് ശ്രീദേവി സ്വന്തമാക്കിയത്. ഒരു സ്ത്രീയും അവരുടെ 2 ആൺമക്കളുമാണ് അവകാശവാദം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയത്. MC സംബന്ധ മുതലിയാറിൽ നിന്നാണ് ശ്രീദേവി സ്വത്ത് വാങ്ങിയത്. മുതലിയാറിന്റെ മകന്റെ 2ാം ഭാര്യയാണ് താനെന്നും 1925 അയാളെ വിവാഹം കഴിച്ചുവെന്നുമാണ് സ്ത്രീയുടെ അവകാശവാദം. എന്നാൽ ഇയാളുടെ ആദ്യ ഭാര്യ 1999 വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് ബോണി കപൂർ ഹർജിയിൽ പറയുന്നുണ്ട്. അവകാശവാദം ഉന്നയിച്ച സ്ത്രീക്ക് താമ്പരം താലൂക്ക് തഹസിൽദാർ നൽകിയ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ഹർജിയിൽ പറയുന്നു. വിഷയം പുനഃപരിശോധിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് N ആനന്ദ് വെങ്കടേഷ് താമ്പരം തഹസിൽദാരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.